ചുങ്കം സ്വദേശിയായ കാറ്ററിംഗ് കമ്പനി മുൻ ഉടമ ബിജു ജോസഫിന്റെ കൊലപാതകം നാടിനെ നടുക്കിയ ഒന്നായിരുന്നു. പണത്തിനു വേണ്ടിയുള്ള തർക്കത്തിനൊടുവിൽ ബിജു ജോസഫിനെ കൊന്നു കുഴിച്ചുമൂടുകയായിരുന്നു എന്ന് പുറത്തറിഞ്ഞത് കാപ്പ കേസിൽ പറവൂർ സ്വദേശി അറസ്റ്റിലായതോടെയാണ്. പിടിയിലായ പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത പണം എവിടെ നിന്നും എത്തിയെന്ന അന്വേഷണത്തിലൊടുവിലാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. പറവൂർ വടക്കേക്കര കുഞ്ഞിത്തൈ സ്വദേശി 27-കാരനായ ആഷിഖിനെയാണ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത്. ആഷിഖ് നൽകിയ മൊഴിയിലാണ് നിർണായകമായ വിവരം ലഭിച്ചത്. കയ്യിലുണ്ടായിരുന്ന പണം നൽകിയത് ജോമോനാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനു നൽകിയെന്ന അന്വേഷണം ട്വിസ്റ്റായി. ജോമോൻ കൂടി കസ്റ്റഡിയിലായതോടെ പണം ബിജു ജോസഫിനെ കൊല്ലാൻ നൽകിയ കൊട്ടേഷൻ തുകയാണെന്ന് തെളിഞ്ഞു. കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്ന 2 പേരെ കൂടി പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുത്തു. ഈ സമയത്ത് തന്നെയാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ബിജുവിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബവും എത്തിയത്. ജോമോന്റെ മൊഴിയും ബിജു ജോസഫിന്റെ ഭാര്യയുടെ പരാതിയും ചേർത്ത് വായിച്ചതോടെയാണ് കൊലപാതക കുറ്റം തെളിഞ്ഞത്. ഒരാളെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന ദൃക്സാക്ഷി മൊഴിയും തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തു നിന്ന് ലഭിച്ച ബിജുവിന്റെ ചെരുപ്പും പേഴ്സും നിർണായകമായി. കാറ്ററിംഗ് ബിസിനസ് നടത്തിയിരുന്ന ബിജു അടുത്തിടെയാണ് ആംബുലൻസ് സർവീസ് ബിസിനസ്സിലേക്ക് മാറിയത്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്നതാണ് കുടുംബം. ചെറിയ മകൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുടുംബം ബിജുവുമായി പ്രശ്നമുള്ളവരുടെ പേരുകൾ നൽകിയതിൽ മുൻ ബിസിനസ് പങ്കാളിയായ ജോമോന്റെ പേരുമുണ്ടായിരുന്നു. എന്നാൽ കാപ്പ കേസ് ചുമത്താൻ തക്ക കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആഷിഖ് എന്തിനാണ് ബിജുവിനെ കാണാതായ ദിവസങ്ങളിൽ തൊടുപുഴയിൽ വന്നതെന്ന സംശയം പോലീസിനുണ്ടായി. തുടർന്ന് ഇയാളിൽ നിന്ന് പോലീസ് ശേഖരിച്ച വിവരമാണ് എല്ലാം തെളിയാൻ ഇടവരുത്തിയത്. ആഷിഖിന് പുറമെ പ്രതികളായ മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവർ കസ്റ്റഡിയിലുണ്ട്. കൊട്ടേഷൻ സംഘത്തെ ജോമോന് പരിചയപ്പെടുത്തിയത് ജോമിനാണ്. കണ്ണൂരിൽ ആംബുലൻസ് ഡ്രൈവറായാണ് ജോമിൻ ജോലി ചെയ്തിരുന്നത്. 6 ലക്ഷം രൂപയ്ക്കാണ് ജോമോൻ ഇവർക്ക് കൊട്ടേഷൻ നൽകിയതെന്ന് മുൻകൂറായി 10,000 രൂപ നൽകിയിരുന്നുവെന്നുമാണ് വിവരം. ജോമോൻ മറ്റു പ്രതികൾക്ക് ഗൂഗിൾ പേ വഴി പണം നൽകിയതിന് തെളിവുണ്ടെന്നും ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് വെളിപ്പെടുത്തിയിരുന്നു. രാവിലെ നടക്കാനിറങ്ങിയ ബിജുവിനെ ജോമോനും സംഘവും ചേർന്ന് വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റിയെന്നും എതിർക്കാൻ ശ്രമിച്ചപ്പോൾ കഴുത്തിൽ ചവിട്ടി പിടിച്ചുവെന്നുമാണ് പ്രതികളുടെ പ്രാഥമിക മൊഴി. കലയന്താനി ചെത്തിമറ്റത്തുള്ള ഗോഡൌണിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നുവെന്നും തുടർന്ന് മാൻഹോളിലിട്ട് മൂടുകയായിരുന്നുവെന്നുമാണ് പോലീസിനോട് പ്രതികൾ പറഞ്ഞത്. ബിജുവും ജോമോനും വർഷങ്ങളായി സുഹൃത്തുക്കളും പങ്കാളികളുമായിരുന്നു. തൊടുപുഴ ഉപ്പുതറ, തൊടുപുഴ DYSP ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതികളും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ബിജുവിൽ നിന്ന് പണം തിരികെ വാങ്ങാൻ ജോമോൻ കൊട്ടേഷൻ നൽകുന്നത്. പരിചയക്കാരനായ വിപിൻ മുഹമ്മദ്, അസ്ലം, ആഷിഖ് എന്നിവരെ കൊട്ടേഷൻ ഏൽപ്പിച്ചു. തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച എത്തിയ ഇവർ ബിജുവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. ശബ്ദം കേട്ട നാട്ടുകാർ തന്നെ പോലീസിൽ വിവരമറിയിച്ചിരുന്നു. മരണം സംഭവിച്ചതിനെ തുടർന്ന് കലയന്താനിയിലെ ഗോഡൌണിലെത്തിച്ച് ബിജുവിന്റെ മൃതദേഹം മാൻഹോളിൽ ഉള്ളിലേക്ക് തള്ളിയിടുകയാണ് ഉണ്ടായത് എന്നാണ് പ്രതികൾ പറഞ്ഞത്. വൈകുന്നേരത്തോടെ മൃതദേഹം കലയന്താനിയിലെ മാൻഹോളിൽ നിന്ന് പുറത്തെടുത്തു. ഭിത്തിയടക്കം തുറന്നാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി പുറത്തെടുത്തത്. ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിലായിരുന്നു മൃതദേഹം. ശരീരത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നു. മൃതദേഹം മാൻഹോളിൽ നിന്ന് പുറത്തെത്തിക്കുന്നത് വളരെ ശ്രമകരമായ പരിപാടിയായിരുന്നു. മാൻഹോളിന്റെ മറുവശത്തെ കോൺക്രീറ്റ് പൊട്ടിച്ച് വിസ്താരം വർദ്ധിപ്പിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ബിജു ജോസഫിന്റെ മരണം തലച്ചോറിലേറ്റ ക്ഷതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും ഇതും മരണത്തിലേക്ക് നയിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വലതു കൈയിലെ മുറിവ് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് പോലീസ്.